بسم الله الرحمن الرحيم ومن أراد الآخرة وسعى لها سعيها وهو مؤمن فأولئك كان سعيهم مشكورا. ആരെങ്കിലും പരലോകം ഉദ്ദേശിക്കുകയും സത്യവിശ്വാസിയായിക്കൊണ്ട് അതിനുവേണ്ടി അതിൻ്റെതായ പരിശ്രമം നടത്തുകയും ചെയ്യുന്ന പക്ഷം അത്തരക്കാരുടെ പരിശ്രമം പ്രതിഫലാർഹമായിരിക്കും. കുല്ലൻ നുമിദ്ദു ഹാഉലാഇ വഹാഉലാഇ മിൻ അതാഇ റബ്ബിക വമാ കാന ربك محظورا انظر كيف فضلنا بعضهم على بعض وللآخرة أكبر درجات وأكبر تفضيلا. لا تجعل مع الله إلها آخر فتقعد مذموما مخذولا. وقضى ربك ألا تعبدوا إلا إياه وبالوالدين إحسانا. السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها الناس اتقوا الله عباد الله. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. ബഹുമാനമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിയാറുകളെ ഏൽപ്പിച്ച ഒരു ദൗത്യമുണ്ട്. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമാകുന്ന മനുഷ്യ ജീവിതത്തിന്റെ വിജയത്തിന്റെ വഴി
ആ വഴിയെ അള്ളാഹുവിന്റെ അടിയാറുകളായി ഭൂമിയിൽ ജീവിക്കുന്നവർക്ക് എത്തിച്ചു കൊടുക്കുക എന്നൊരു ദൗത്യം. അത് വലിയൊരു ബാധ്യതയാണ്. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിന്റെ തൗഫീഖോടുകൂടി ഇസ്ലാഹി പ്രസ്ഥാനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും സഹിക്കേണ്ടി വന്നേക്കാം. പരിഹാസത്തിന്റെയും അപമാനത്തിന്റെയും വാക്കുകൾ ഒരുപാട് കേൾക്കേണ്ടി വന്നേക്കാം. ഒരുപക്ഷെ മനസ്സുകൊണ്ട് വല്ലാതെ സ്നേഹിച്ചു പോയ പലരും തെറിവാചകങ്ങൾ പറഞ്ഞ് നമ്മെ ആട്ടിയോടിച്ചേക്കാം. എന്നാലും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ മാതൃക പിൻപറ്റി ആ പാരമ്പര്യത്തിൽ ദീനുൽ ഇസ്ലാമിന്റെ പ്രബോധനം ഏറ്റെടുത്ത് നടത്തൽ വലിയ രസമുള്ള കാര്യം തന്നെയാണ്. അള്ളാഹു എനിക്കും നിങ്ങൾക്കും നല്ല തൗഫീഖ് തരട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ മനുഷ്യ ജീവിതത്തിന്റെ വിജയത്തിന്റെ അടിസ്ഥാനമാക്കിയിരിക്കുകയാണ്. ദുനിയാവിലായാലും ആഖിറത്തിലായാലും മനുഷ്യന്റെ വിജയം ദീനുൽ ഇസ്ലാമിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ്. അതുകൊണ്ടാണല്ലോ പരിശുദ്ധമായ ഖുർആൻ ഭൂലോകത്ത് ജീവിക്കുന്ന സർവ്വ മനുഷ്യരോടും, മുസ്ലിം എന്നില്ലാതെ, ഹിന്ദു എന്നില്ലാതെ, ക്രിസ്ത്യാനി എന്നില്ലാതെ, ആദം ഹവ്വ ദമ്പതിമാരുടെ മക്കളായി ഭൂമിയിൽ ജീവിക്കുന്ന സർവരോടും പ്രഖ്യാപിക്കാനുള്ള കാരണം ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. നിങ്ങൾ ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിൽ എന്തെങ്കിലും വിജയം കൊതിക്കുന്നുവെങ്കിൽ, അതല്ലെങ്കിൽ നിങ്ങളുടെ നാവുകൾ അംഗീകരിച്ചില്ലെങ്കിലും ജീവിക്കുന്ന ഓരോ മനുഷ്യന്റെ മനസ്സും അംഗീകരിക്കുന്ന പരമാർത്ഥം മരണത്തിന് ശേഷമുള്ള അനന്തമായ ജീവിതം, മരണത്തിന് ശേഷമുള്ള ഒരിക്കലും തീരാത്ത ഉടമസ്ഥനായ അള്ളാഹുവിന്റെ സംവിധാനങ്ങൾ, അവിടെയുള്ള നിങ്ങളുടെ വിജയം നിങ്ങൾ കൊതിക്കുന്നുവെങ്കിൽ ഒരൊറ്റ വഴിയേയുള്ളൂ മനുഷ്യന്റെ മുന്നിൽ, ദീനുൽ ഇസ്ലാം. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ വിജയത്തിന്റെ വഴിയായി ഗണിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിം ആയിരിക്കണമെന്ന ഷർത്ത് വെച്ചിട്ടില്ല. ആദം ഹവ്വ ദമ്പതിമാരുടെ മക്കളായി ഭൂമിയിൽ ജീവിക്കുന്ന മുസ്ലിമീങ്ങൾ, അതേപോലെ തന്നെ ഹൈന്ദവ മതത്തിൽ വിശ്വസിക്കുന്ന ഹിന്ദുക്കൾ, ക്രിസ്ത്യാനികൾ, മജൂസികൾ, കമ്മ്യൂണിസ്റ്റുകാർ, നിരീശ്വരവാദികൾ, മനുഷ്യരായി ഭൂമിയിൽ ജന്മം കൊണ്ട സർവർക്കും മുമ്പിലുള്ള വഴി പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമാണ്. ഇനി അള്ളാഹുവിന്റെ ഭൂമിയിൽ അവന്റെ ഓശാനങ്ങൾ പറ്റി ജീവിക്കുന്ന മനുഷ്യർ ആരെങ്കിലും പരിശുദ്ധമായ ഇസ്ലാം അല്ലാത്ത മറ്റേതെങ്കിലും വഴി സ്വീകരിക്കുന്നുവെങ്കിൽ അവൻ പരാജയത്തിലാണ്, അവൻ നഷ്ടവാടികളിൽപ്പെട്ടവനാ. ദീനുൽ ഇസ്ലാം വിജയത്തിന്റെ വഴിയാണ്. ആ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ അധ്യാപനത്തിന് വേണ്ടി തന്നെയാ പ്രവാചകന്മാര് മുഴുവനും ഭൂലോകത്ത് നിയോഗിക്കപ്പെട്ടത്. ഹസ്രത്ത് ആദം അലൈഹിസ്സലാത്തു വസ്സലാമാകുന്ന ആദ്യത്തെ മനുഷ്യൻ പ്രവാചകനായിരുന്നു, നബിയായിരുന്നു. ദീനുൽ ഇസ്ലാമാകുന്ന മനുഷ്യ ജീവിതത്തിന്റെ വിജയകരമായ വഴിയെ ആദം അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം തന്റെ സന്താനങ്ങൾക്ക് പഠിപ്പിക്കുകയായിരുന്നു. ആദം അലൈഹിസ്സലാത്തു വസ്സലാമാകുന്ന പ്രവാചകന്റെ നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് ദീനുൽ ഇസ്ലാമിന്റെ നിയമാവലികളെ പാലിച്ചുകൊണ്ട് ജീവിച്ച തന്റെ പ്രിയപ്പെട്ട മക്കൾ വിജയിച്ചു എന്നതിന് ചരിത്രം സാക്ഷിയാ. ആദം അലൈഹിസ്സലാത്തു വസ്സലാമാകുന്ന പ്രവാചകന്റെ വാചകങ്ങളെ നിരസിക്കുകയും നിർദ്ദേശങ്ങളെ അനുസരിക്കാതിരിക്കുകയും ദീനുൽ ഇസ്ലാമാകുന്ന രാജപാതയിൽ നിന്നും പിന്നോക്കം പോവുകയും ചെയ്തവർ ഭൗമിക ജീവിതത്തിന്റെ മധ്യകാലത്ത് തന്നെ പരാജയത്തിന്റെ കയ്പിനെ രുചിക്കേണ്ടി വന്നത് എന്നതും ചരിത്രത്തിന്റെ സാക്ഷ്യപത്രമാ. ഒരിക്കലും മറന്നുകൂടാത്ത കാര്യം. ആദം അലൈഹിസ്സലാത്തു വസ്സലാമാകുന്ന പ്രവാചകൻ ആ പ്രവാചകന്റെ ദൗത്യം അവസാനിപ്പിച്ച് അള്ളാഹുവിലേക്കും മടങ്ങി. ദീനുൽ ഇസ്ലാമിന്റെ പ്രബോധനം നടന്നുകൊണ്ടിരുന്ന കാലഘട്ടം, ഇസ്ലാമിന്റെ അധ്യാപനം നടന്നുകൊണ്ടിരുന്ന കാലഘട്ടം, ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് പ്രകാശത്തിന്റെ വഴികൾ പ്രബോധകന്മാരെ ഓതിക്കൊടുത്തുകൊണ്ടിരുന്ന കാലഘട്ടം. അന്ന് അന്തരീക്ഷം മുഴുവനും പ്രകാശമായിരുന്നു. ഇരുട്ടില്ലാത്ത ഒരു ലോകം, അന്ധകാരമില്ലാത്ത ഒരു ലോകം, സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും മമതയുടെയും
എല്ലാത്തിനും ഉപരി സൃഷ്ടിച്ചു പരിപാലിക്കുന്ന അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ മാത്രം ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം, ഒരന്തരീക്ഷം. പക്ഷെ പ്രവാചകന്റെയും പ്രബോധകന്റെയും പിൻവാങ്ങലോടെ അന്തരീക്ഷത്തിന്റെ ഇരുട്ട് പിന്നെയും തിരിച്ചു വരാൻ തുടങ്ങി. അന്ധകാരത്തിലേക്കും വഴികേടിലേക്കും അനാചാരങ്ങളിലേക്കും അന്ധവിശ്വാസങ്ങളിലേക്കും അല്ലാഹുവിന്റെ അടിയാറുകൾ കുടിയേറാൻ തുടങ്ങി. ഓരോ ദിവസങ്ങളും ഓരോ കാലഘട്ടങ്ങളും കഴിയും തോറും ആകാശത്തിന്റെ താഴ്ഭാഗത്ത് ജീവിക്കുന്ന മനുഷ്യർ ഉടമസ്ഥനായ അല്ലാഹുവിനെ നിരസിച്ചുകൊണ്ട് ജീവിക്കുന്ന അവസ്ഥയിലെത്തി. ഉടനെ പ്രകാശത്തിന്റെ വഴികളുമായി പ്രവാചകന്മാരുടെ വരവുമുണ്ടായി. അതായിരുന്നു അല്ലാഹുവിന്റെ രീതി. പ്രവാചകന്മാര് തിരിച്ചു പോവുകയും ആ പ്രവാചകന്മാരുടെ സമുദായം അവർ ഇന്നുവരെ വർദ്ധിച്ചു വന്നുകൊണ്ടിരുന്ന സത്യത്തിന്റെ പാതയിൽ നിന്നും പിന്നോക്കം പോവുകയും ചെയ്യവേ അടുത്ത പ്രവാചകൻ വരികയും തിരിച്ചുപോയിക്കൊണ്ടിരുന്ന സമുദായത്തെ ദീനുൽ ഇസ്ലാമിന്റെ ആദർശത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരികയും ചെയ്യുക എന്നത് അല്ലാഹുവിന്റെ തർത്തീബായിരുന്നു. അത് എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, സ്നേഹിതന്മാരെ, ഇന്ന് വർത്തമാന കാലഘട്ടം വരെ ഉടമസ്ഥനായ അല്ലാഹുവിന്റെ ആ തീരുമാനത്തിന് വ്യതിയാനം സംഭവിച്ചിട്ടില്ല. ഉണ്ടോ? കാലഘട്ടത്തിന്റെ ചരിത്രത്തിന്റെ വഴികൾ പരിശോധിച്ചാൽ അല്ലാഹുവിന്റെ ആ സുന്നത്തിന് ഇന്ന് വരെ വ്യതിയാനം സംഭവിച്ചിട്ട് വലൻ തജിദ ലിസുന്നത്തില്ലാഹി തബ്ദീല. ഖുർആനാണത്. അല്ലാഹുവിന്റെ നിയമങ്ങൾക്കോ അല്ലാഹുവിന്റെ തീരുമാനങ്ങൾക്കോ അവന്റെ തർത്തീബാത്തുകൾക്കോ നടപടികൾക്കോ തീർച്ചയായും വ്യതിയാനം സംഭവിക്കുകയില്ല. അതും മനുഷ്യന്റെ ഒരു അപാകതയാണ്, അത് മനുഷ്യ സൃഷ്ടിപ്പിന്റെ ഒരു അപൂർണതയാണ്, അത് ദൈവത്തിന് ഉണ്ടാവുകയില്ല. കാലഘട്ടങ്ങൾ ഓരോന്ന് കഴിയും തോറും ജനങ്ങൾ ഓരോന്നായി അന്ധകാരത്തിലേക്ക് ചേക്കേറുമ്പോഴും അന്തരീക്ഷം മുഴുവനും ഇരുട്ടിലും അന്ധകാരത്തിലും തപ്പിത്തടയുമ്പോഴും അല്ലാഹുവിന്റെ സുന്നത്തെന്നോണം നവോത്ഥാന നായകന്മാരും മുജദ്ദിദീങ്ങളും പ്രബോധകന്മാരും ഭൂലോകത്ത് വന്നിട്ടേയുള്ളൂ. തീർച്ചയായും മനസ്സ് 100 വട്ടം പറയുകയാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ കേരളത്തിലേക്കുള്ള വരവും ആ ഒരു വരവായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. സംശയിക്കണ്ട. ബഹുമാനപ്പെട്ട പ്രവാചകന്മാര് മുഴുവനും വരികയും ഭൂലോകം ഇസ്ലാമിന്റെ പ്രകാശം കൊണ്ട് പ്രകാശിപ്പിക്കുകയും ചെയ്തു. അധ്യാപനത്തിലൂടെ, അല്ലാഹുവിന്റെ നിർദ്ദേശത്തിലൂടെ. ബഹുമാനപ്പെട്ട മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവസാനത്തെ അല്ലാഹുവിന്റെ പ്രവാചകൻ. ആ പ്രവാചകന്റെ നിയോഗത്തിന് മുമ്പ് വന്ന മുർസലീങ്ങളിൽപ്പെട്ട ചില പ്രവാചകന്മാരുടെ വരവും അവരുടെ അധ്യാപനത്തിന്റെ രീതിയും അവർ അധ്യാപനം ചെയ്ത തത്വങ്ങളും നാം മനസ്സിലാക്കിയാൽ വളരെ ഈസിയായി തൗഹീദ് എന്താണ് എന്ന് തിരിച്ചറിയാൻ സാധാരണക്കാർക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാവും. ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ആദ്യത്തെ റസൂല. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ നിയോഗത്തിന്റെ ഒരു കാരണമുണ്ട്. എന്താണെന്നറിയുമോ? ഹദ്റത്ത് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരു സുപ്രഭാതത്തിൽ ഞാൻ പ്രവാചകനാണെന്ന് പറയുകയും ഒരു തത്വത്തിലേക്ക്, ഒരു ആശയത്തിലേക്ക് തന്റെ കാലഘട്ടത്തിൽ ജീവിച്ച ജനങ്ങളെ ക്ഷണിക്കുകയും ചെയ്തപ്പോൾ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സമുദായത്തിൽപ്പെട്ട അഹങ്കാരികളും ധിക്കാരികളും മുതലാളി വർഗവും മേൽക്കോയ്മയുള്ളവരും നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ കളിയാക്കി പറഞ്ഞൊരു വാക്ക് വളരെ പ്രസിദ്ധമാണ്. ഇന്നലെ വരെ നമ്മളെ കൂടെ ഭക്ഷണം കഴിച്ച്, നമ്മളെ പോലെ വെള്ളം കുടിച്ച്, നമ്മളെ കൂടെ ചന്തയിൽ കറങ്ങി നടന്ന നൂഹ് എന്ന് പേരുള്ള ഈ മനുഷ്യൻ ഒരു സുപ്രഭാതത്തിൽ പ്രവാചകനായിട്ട് വരിക വിശ്വസിക്കാൻ കഴിയുന്നില്ല, അംഗീകരിക്കാൻ കഴിയുന്നില്ല. അതെ, നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ സമുദായത്തിൽ, തന്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന മനുഷ്യന്മാർക്കിടയിൽ ജീവിച്ച ഒരു സാധാരണ മനുഷ്യനായിരുന്നു. ഒരു സുപ്രഭാതത്തിൽ അല്ലാഹുവിന്റെ റസൂലായി ഇസ്ലാമിന്റെ അധ്യാപനവുമായി മുന്നോട്ട് വരികയാണ്. എന്താണ് കാരണം? അബുൽ ഹസൻ അലി നദ്വി റഹ്മഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ചെറിയ ഒരു പുസ്തകത്തിൽ പ്രാഥമിക വിദ്യാലയങ്ങളിൽ അറബി പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി അദ്ദേഹം രചിച്ച ഖസസുൻ നബിയ്യീൻ എന്ന് പറയുന്ന ചെറിയൊരു ഗ്രന്ഥം. എന്റെ ശബ്ദം കേൾക്കുന്ന പണ്ഡിതന്മാർക്കും മുതഅല്ലിമീങ്ങൾക്കും അതുമായി ബന്ധമുള്ളവർക്കും പെട്ടെന്ന് മനസ്സിലാകും. ചെറിയൊരു ഗ്രന്ഥം.
അറബിയുടെ ഇൻഷാവ് പഠിക്കാം. അതിൽ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സംഭവം അദ്ദേഹം വിവരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ റസൂലായിട്ടുള്ള വരവിന് പിറകിലുള്ള കാരണമായി വിശുദ്ധ ഖുർആനിന്റെ ആയാത്തുകൾ ഉദ്ധരിച്ച് അദ്ദേഹം രേഖപ്പെടുത്തിയതിൽ ഒന്ന് കൈദുശ്ശൈത്വാൻ, ഹസദുശ്ശൈത്വാൻ, മനുഷ്യന്റെ ജന്മശത്രുവായ പിശാചിന്റെ അസൂയ. മനസ്സിലാക്കണം നിങ്ങൾ. ഒരുപക്ഷെ പലർക്കും തോന്നിയേക്കാം ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ സർവ്വ സ്റ്റേജുകളും എല്ലാ പ്രസംഗവേദികളും തൗഹീദിനെയും ശിർക്കിനെയും പറ്റിയുള്ളതാ. ചെറിയ ചെറിയ പ്രായത്തിലുള്ള ചെറുപ്പക്കാരോട് ചില പ്രസ്ഥാനക്കാരുടെ അനുയായികൾ ചോദിക്കുമത്രേ, നിങ്ങളുടെ സദസ്സുകളിലും സ്റ്റേജുകളിലും പ്രസംഗിക്കാൻ വരുന്ന ആൾക്കാർക്ക് തൗഹീദ്, ശിർക്ക് അല്ലെങ്കിൽ പ്രാർത്ഥന എന്ന വിഷയമല്ലാതെ മറ്റൊന്നും സംസാരിക്കാനൊന്നും അറിയില്ലേ? അതല്ലെങ്കിൽ അതൊന്നും പഠിച്ചിട്ടില്ലേ? എന്തിനാ ഇങ്ങനെ തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ എന്ന് ചോദിക്കാറുണ്ട്. അത്രേ അറിയാത്തത് കൊണ്ടാണ്. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ ഭൂമുഖത്ത് കരിവാലിത്തേക്കാരുണ്ടായ കാരണം അത് മനസ്സിലാകാതെ പോയത് കൊണ്ടാണ്. ഇസ്ലാമിന്റെ പരിശുദ്ധതയും ഇസ്ലാമിന്റെ വളർമ്മയും അതിന് അള്ളാഹു നൽകിയിരിക്കുന്ന മേന്മയും ഭൂലോകത്തിൽ നിന്നും ഇല്ലാതായി പോയത് ഒരു പ്രത്യേക മതവിഭാഗക്കാരന്റെ കൈകടത്തലുകൾ കൊണ്ടോ അവന്റെ വരവ് കൊണ്ടോ അല്ല സഹോദര. അള്ളാഹുവിനെ മാത്രം ആരാധിച്ചു കൊണ്ടിരുന്ന ഒരു വിഭാഗം, അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന ഒരു വിഭാഗം പ്രവാചകന്മാരുടെ അധ്യാപനത്തിലൂടെ, അവരുടെ പരിശ്രമത്തിലൂടെ, അവരുടെ കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും കുത്തുന്ന വാക്കുകളും നോവിക്കുന്ന വാക്കുകളും സഹിക്കലിലൂടെ ഭൂലോകത്ത് രൂപാന്തരപ്പെട്ട ഒരു സമുദായം, ഏകദൈവ വിശ്വാസത്തിൽ അടിയുറച്ചുകൊണ്ട് ജീവിച്ചൊരു സമുദായം. ആ സമുദായത്തിനിടയിലേക്ക് ആ പിശാചിന്റെ കുതന്തം വരവേറ്റത്. അവരാണ് വിഗ്രഹപൂജയിലേക്ക് മാറിയത്. അവരാണ് വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന അരാജകത്വത്തിലേക്ക് മാറിയത്. അല്ലാഹുവിനെ മാത്രം ആരാധിച്ചു കൊണ്ടിരുന്ന ഒരു സമുദായം. ഹൈന്ദവ മതവിശ്വാസികൾ ആരാധിക്കും പോലെ, അവര് പൂജിക്കും പോലെ അമ്പലങ്ങൾ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന വിഗ്രഹങ്ങൾക്കും ബിംബങ്ങൾക്കും മുന്നിൽ തലകുനിക്കുകയും അവരെ വിളിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യേക മതവിഭാഗക്കാരനായിരുന്നില്ല നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ ഈ പേക്കൂത്തുകൾ ഉണ്ടാക്കി തീർത്തത്. അതല്ലെങ്കിൽ പിന്നെ നാം ഇന്ന് കാണുന്ന ഏതെങ്കിലും ഒരു മതവിഭാഗക്കാരന്റെ ആരാധനാ രീതികളോ കർമ്മങ്ങളോ അല്ലായിരുന്നു ആ കാലഘട്ടത്തിലുള്ള സമുദായത്തെ മനുഷ്യരെ അന്ധകാരത്തിലേക്ക് കൊണ്ടുപോയത്. പ്യൂർ മുഅ്മിനീങ്ങളെ. അതിന് അദ്ദേഹം ആദ്യമായിട്ട് എഴുതിയത് കൈദുശ്ശൈത്വാൻ, പിശാചിന്റെ അസൂയ. എന്തിന് ഹദ്റത്ത് ആദം അലൈഹിസ്സലാത്തു വസ്സലാം ആകുന്ന മനുഷ്യപിതാവ്, ആ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുന്നിൽ സുജൂദ് ചെയ്യാനുള്ള കൽപ്പന ഇബ്ലീസ് അവന്റെ അഹങ്കാരം കൊണ്ട് നിരസിക്കുകയും ഉടമസ്ഥനായ അള്ളാഹു അവനെ പുറന്തള്ളുകയും ചെയ്യുന്നു. മലഊൻ, ശപിക്കപ്പെട്ടവനാകുന്നു. അന്ന് അല്ലാഹുവിന്റെ മുമ്പിൽ പിശാച് ശബ്ദം ചെയ്യുകയാ, ലൗഹുവിയന്നഹും അജ്മഈൻ, ആദമിന്റെ മക്കളായി ഭൂമിയിൽ ജീവിക്കുന്ന സർവരെയും തീർച്ചയായും ഞാൻ വഴികേടിലാക്കും. ഒരാളെ പോലും ഞാൻ നേരെ ചൊവ്വേ ജീവിക്കാൻ സമ്മതിക്കുകയില്ല. ലഅഖഉദന്ന ലഹും സിറാത്തകൽ മുസ്തഖീം. നിന്റെ പ്രവാചകന്മാർ അഖിലവും മനുഷ്യലോകത്തിന്റെ മുന്നിൽ സമർപ്പിച്ചിരിക്കുന്ന ദീനുൽ ഇസ്ലാം, വിജയത്തിന്റെ രാജപാത, യാഥാർത്ഥ്യത്തിന്റെ, സത്യത്തിന്റെയും ആദർശത്തിന്റെയും ആ ഒരു പാതയുണ്ടല്ലോ, അതിൽ ഞാൻ ഇരിക്കും. ثم لآتينهم من بين أيديهم ومن خلفهم وعن أيمانهم وعن شمائلهم. അവരുടെ മുൻഭാഗത്തിലൂടെ, അവരുടെ പിൻഭാഗത്തിലൂടെ, വലതുഭാഗത്തൂടെ, ഇടതുഭാഗത്തുകൂടി ഞാൻ വരും. അവനെ അന്ധകാരത്തിലേക്ക് കൊണ്ടുപോകാൻ, നരകത്തിന്റെ വഴിയിലേക്ക് കൊണ്ടുപോകാൻ. ഇതെന്റെ ശബ്ദമാണ് അല്ലാഹുവിനോട്. അന്ത്യനാട് വരെ, ലോകം അസ്തമിക്കും വരെ, സകലതും തകിടം മറിയും വരെ ജീവിക്കാനുള്ള അനുവാദവും ഉടമസ്ഥനായ അല്ലാഹുവിനോട് പിശാച് ചോദിച്ചു വാങ്ങിയിട്ടുമുണ്ട്. ആ പിശാചിന്റെ അസൂയയായിരുന്നു നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രവാചകനായി വരുന്നതിന് മുമ്പ് അള്ളാഹുവിന്റെ അടിയാറുകൾ പ്യൂർ ഈമാനോടുകൂടി ജീവിക്കുക എന്നത്. സഹിക്കാൻ പറ്റിയില്ല. പിശാച് ആലോചിക്കുകയായിരുന്നു, എന്തുണ്ടൊരു വഴി അള്ളാഹുവിന്റെ ഈ അടിമകളെ അവരിൽ നിന്നും പിന്നോട്ട് വലിക്കാൻ.
ഇസ്ലാമിന്റെ രാജപാതയിൽ നിന്നും പിന്നോട്ട് കൊണ്ടുവരാൻ, സ്വർഗത്തിന്റെ വഴിയെ സഞ്ചരിക്കുന്ന മുഅ്മിനീങ്ങളെ നരകത്തിന്റെ അപകടം പിടിച്ച വഴിയിലേക്ക് കൊണ്ടുവരാൻ എന്താണ് ഒരു വഴി? പിശാചിന്റെ ചിന്ത ഒരു വലിയ ആയുധത്തിലേക്ക് എത്തി. എന്താണെന്നറിയുമോ ആയുധം? അത് മനസ്സിലാക്കി നമുക്ക് തിരിച്ചറിയാൻ പറ്റും. എന്തിനാ ഇങ്ങനെ ദാരങ്ങളെ പറ്റിയും അക്ബറിനെ പറ്റിയും തൗഹീദിനെ പറ്റിയും ശിർക്കിനെ പറ്റിയും പ്രാർത്ഥനയെ പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്തിനാന്ന് മനസ്സിലാവും. പിശാചിന്റെ ആയുധം എന്താണെന്ന് അറിയുമോ? അദ്ദേഹം എഴുതി, ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ആ കാലഘട്ടത്തിൽ ജീവിച്ച മുഅ്മിനീങ്ങളോട് പിശാച് ചോദിച്ചു, അല്ല, ഒരുപാട് ഔലിയാക്കളും സാലിഹീങ്ങളും മഹത്തുക്കളും ഒക്കെ നിങ്ങളുടെ മുൻഗാമികളായി ജീവിച്ച് മരിച്ചു പോയിട്ടില്ലേ? അവരൊക്കെ നിങ്ങൾ മറന്നോ? ആലോചിക്കണം, അവരൊക്കെ നിങ്ങൾ മറന്നുപോയോ? അദ്ദേഹം എഴുതുന്നു കിതാബിൽ, വായിക്കാം നിങ്ങൾക്ക്, ഖസസുൻ നബിയ്യീൻ, നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം. നമ്മൾ മറന്നിട്ടില്ല, അങ്ങനെ മറക്കാൻ പറ്റൂലല്ലോ. വലിയ ആദരവോടെ ബഹുമാനത്തോടെ നമ്മൾ കണ്ടിരുന്ന മഹത്തുക്കൾ എങ്ങനെ മറക്കുക? പക്ഷെ അവരെ കാണാതിരുന്നാൽ ഒരുപക്ഷെ നിങ്ങൾ മറക്കൂലേ? അതുകൊണ്ടൊരു കാര്യം ചെയ്തൂടെ? ആ ജീവിച്ചു മരിച്ചുപോയ മഹത്തുക്കളുടെ രൂപം എങ്ങനെയെങ്കിലും വരച്ചിട്ടോ കൊത്തിയിട്ടോ നിങ്ങൾക്കൊന്ന് ഉണ്ടാക്കി വെച്ചുകൂടെ? ന്യായമായ ചോദ്യം. ഒന്ന് കാണാം. ഒരുപാട് ആദരിച്ചിരുന്ന, ബഹുമാനിച്ചിരുന്ന, സ്നേഹിച്ചിരുന്ന ആ മഹത്തുക്കളുടെ കോലം ഒന്ന് കാണാം. അതിനപ്പുറത്തൊന്നുമില്ല. ചിന്തിച്ചു, ശരിയാണല്ലോ, ഒന്ന് ഉണ്ടാക്കിയാലോ? അവർ രൂപങ്ങൾ ഉണ്ടാക്കി. പക്ഷെ ആദർശത്തിന് വികടമായി ഒന്നും അന്ന് സംഭവിച്ചിട്ടില്ല. ആ മഹത്തുക്കളുടെ സ്വാലിഹീങ്ങളുടെ രൂപങ്ങൾ ഉണ്ടാക്കി വെച്ച തലമുറ കഴിഞ്ഞു. അടുത്ത പുതിയ തലമുറ വന്നു. അവർ നോക്കുമ്പോഴേക്കും പിതാമഹന്മാരെല്ലാം മരിച്ചു പോയിട്ടും വിരലിൽ എണ്ണാവുന്ന 5 or 6 പേരുടെ രൂപങ്ങൾ കൊത്തിയുണ്ടാക്കപ്പെട്ടിട്ടുണ്ട്. എന്തോ ഒരു പ്രത്യേകത തീർച്ചയായും ആ വ്യക്തികൾക്കുണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ. സ്വാഭാവികം. ചിന്തിച്ചൂടെ? നമ്മളും അങ്ങനെ തന്നെ ആലോചിക്കും. എല്ലാം മരിച്ചൊടുങ്ങുക, അവരിൽപ്പെട്ട ഒരു പറ്റം പോലെയുള്ള സ്വാലിഹീങ്ങളുടെ രൂപങ്ങൾ കൊത്തപ്പെട്ടിട്ടുണ്ട്. ആ തലമുറ ആ രൂപങ്ങളെ വീടുകൾക്കുള്ളിലേക്ക് മാറ്റി. എന്തിന്? പിതാമഹന്മാരെന്തോ ഇതിൽ കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് എന്തോ ഇതിലുണ്ട്, അവര് മാറ്റി. പിശാചിന്റെ തന്ത്രം, ആയുധം ഫലത്തിൽ കൊള്ളുകയായിരുന്നു. അടുത്ത തലമുറ വരുമ്പോഴേക്കും പിതാമഹന്മാർ ജീവിച്ച് മരിച്ചുപോയ വീടുകളിൽ, അവരുടെ കിടപ്പുമുറികളിൽ, അവരുടെ ആരാധനാലയങ്ങളിൽ ജീവിച്ച് മരിച്ചുപോയ മഹത്തുക്കളുടെ, സ്വാലിഹീങ്ങളുടെ, പരിശുദ്ധന്മാരുടെ, ഔലിയാക്കളുടെ കോരങ്ങൾ പാറക്കല്ലുകളിലും മരകഷ്ണങ്ങളിലും കൊത്തിവച്ചിട്ടുണ്ട്. തീർച്ചയായും എന്തോ ഒരു പ്രത്യേകതയും എന്തോ ഒരു മഹാത്മ്യവും ആ കാലഘട്ടത്തിൽ ജീവിച്ചു മരിച്ചുപോയ മറ്റുള്ളവർക്കില്ലാത്ത എന്തോ ഒരു പ്രത്യേകത അവർക്കുള്ളത് കൊണ്ട് തന്നെയാണ് ആ മഹത്തുക്കളുടെ രൂപങ്ങളെ ആരാധനാലയങ്ങളിൽ പോലും പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇബാദത്തിന്റെ ഒരു പങ്ക് അവർക്കും കൂടിയുള്ളതാണ്. അവിടെ ആരംഭിക്കുകയായിരുന്നു അത്. ഏത്? ശിർക്കിലേക്കുള്ള മനുഷ്യന്മാരുടെ തിരിച്ചുപോക്ക് അവിടെ തുടങ്ങി. അപ്പോഴാണ് ഹദ്റത്ത് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രവാചകനായിട്ട് വരുന്നത്. എന്തിന്? ശിർക്കിലേക്ക് അധപ്പതിച്ചു പോയ ഒരുപറ്റം മുഅ്മിനീങ്ങളെ കൈപിടിച്ച് കരയിൽ കയറ്റാൻ. ഹിന്ദുക്കളെയും ക്രിസ്ത്യൻസിനും അന്നില്ലല്ലോ, അതൊന്നും വേറൊന്നുമില്ലല്ലോ. പ്യൂർ മുഅ്മിനീങ്ങളായി ജീവിച്ച അവർ വിഗ്രഹാരാധനയിലേക്ക് മാറിയപ്പോ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം ദൗത്യം ഏറ്റെടുത്തു. അല്ലാഹു അറിയിക്കുന്നു, നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ അടിയാറുകൾ അധപ്പതിച്ചിരിക്കുകയാ. എന്റെ മുന്നിൽ കുനിക്കേണ്ട ശിരസ് എന്റെ ഓശാരം പറ്റി ജീവിച്ച അടിയാറുകൾക്ക് മുമ്പിൽ കുനിക്കാൻ എന്റെ പ്രിയപ്പെട്ട ദാസന്മാർ തുടങ്ങിയിരിക്കുകയാ. എനിക്ക് മാത്രം സമർപ്പിക്കേണ്ട ആരാധന, എന്നോട് മാത്രം ചോദിക്കേണ്ട പ്രാർത്ഥനകള് എന്റെ അടിമകളായി ജീവിച്ചു പോയവർ. അതാണ് സഹോദര ആലോചിക്കേണ്ടത്. ഈ ചെയ്യുന്ന മനുഷ്യന്മാരെ പോലെ ചെന്ന് കുടിച്ച് ഭോഗിച്ച് സുഖിച്ച് ജീവിച്ചും മരിച്ചു പോയവർ, അവർക്ക് മുന്നിലാണ് ഈ അടിയാറുകൾ ശിരസ്സു കുനിക്കുന്നത്, ആരാധന അർപ്പിക്കുന്നത്. ഓ നോ, നിന്റെ ജോലി എന്താണ്? ഈ ജനതയെ പ്യൂർ തൗഹീദിലേക്ക് കൊണ്ടുവരിക. قال إني دعوت قومي ليلا ونهارا
നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു അല്ലാഹുവോട്, ഹേ അല്ലാ, നീ എന്നെ ഏൽപ്പിച്ച ജോലിയുണ്ടല്ലോ, നിന്റെ അടിയാറുകളെ ഏകനായ അല്ലാഹുവിലേക്ക് ക്ഷണിക്കുക എന്നത്. ഇന്നി ദഅഉതു ഖൗമി, ഞാൻ എന്റെ ജനതയെ ക്ഷണിച്ചു പടച്ചവനെ, ലൈലൻ വ നഹാറ, രാവെന്നോ പകലെന്നോ ഇല്ലാതെ. അതാണ് ഇതിന്റെ പ്രാധാന്യം, അതാണ് ഇതിന്റെ ഗൗരവം. ഉറക്കം, എന്റെ പ്രിയപ്പെട്ട സലഫി പ്രസ്ഥാനക്കാർക്ക്, സഹോദരങ്ങൾക്ക് ഉറക്കും വിശ്രമവും ഉണ്ടാവും പാടില്ല. കൂണുകൾ പോലെ ജാറങ്ങൾ മുളക്കുന്ന ഒരു വർത്തമാന കാലഘട്ടം. ഇന്നുവരെ അറിയാത്ത പുതിയ പുതിയ മക്ബറകൾ പെട്ടെന്ന് സൂര്യന്റെ കൂടെ ഉദിച്ചു വരുന്ന ഒരു സുപ്രഭാതം. ഒന്നും വിസ്മരിച്ചുകൂടാ, കണ്ണടച്ചുകൂടാ. ലൈലൻ വനഹറ, ഇതന്നെ നമ്മുടെ ജോലി. ശിർക്കിനെതിരെ ആഞ്ഞടിക്കുക, തൗഹീദിന് വേണ്ടി ജീവിതം അങ്ങ് അർപ്പിക്കുക. ഫലം യസിദുഹും ദുആഇ ഇല്ലാ ഫിറാറ, നീ എന്നെ ഏൽപ്പിച്ച ജോലി, അതിന്റെ പൂർത്തീകരണത്തിന്റെ വഴിയിൽ ആരൊക്കെയാണോ കണ്ടി ഞാൻ സംസാരിക്കുന്നത്, ഫലം യസിദുഹും ദുആഇ ഇല്ലാ ഫിറാറ, അവരെന്നെ കാണുമ്പോ ഓടി എന്നല്ലാതെ അവരൊന്നും സ്വീകരിച്ചില്ല. പിന്നെ നമുക്കെന്താ വലിയ പ്രയാസം? പിന്നെ നമുക്കെന്താ വിഷമം? നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഇസ്ലാഹി പ്രഭാഷണം എന്ന് പറയാം, അല്ലെ? തൗഹീദി പ്രഭാഷണം ചന്തകളിൽ, കമ്പോളങ്ങളിൽ, വീടുകളിൽ, വ്യക്തികളിൽ. അല്ലാഹുവേ, കേൾക്കുന്നവരെല്ലാം ഓടിപ്പോവാൻ എന്ത് ചെയ്യണം? ഞാൻ വിട്ടില്ല അല്ലാ, വേണ്ടെന്ന് വെച്ചില്ല. എന്നെ കളിയാക്കി, എന്നെ കുത്തിപ്പറഞ്ഞ് ഭ്രാന്തൻ എന്ന് മുദ്ര കുത്തി എല്ലാവരും ആക്ഷേപിക്കപ്പെട്ടപ്പോഴും ഞാൻ പരസ്യമായി തന്നെ തൗഹീദിന്റെ പ്രസംഗം നടത്തി. നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു വന്നതിനോട് നാം അറിയുന്നില്ല. പടച്ചവനെ, എന്നിട്ട് ഞാൻ പറഞ്ഞു, ജനങ്ങളെ, നിങ്ങൾ നരകത്തിന്റെ വഴിയിലാണ്, നിങ്ങൾ തെറ്റിന്റെ വഴിയിലാണ്. എന്തോ തെറ്റിദ്ധാരണയിൽ, എന്തോ വിവരമില്ലാത്തതിന്റെ പേരിൽ നിങ്ങൾ തീരാത്ത അപകടത്തിന്റെ വഴിയിലാണ്. അല്ലാഹുവിനോട് മാപ്പ് ചോദിച്ച് തിരിച്ചു വാ എന്ന് ഞാൻ എന്റെ ജനങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞു. നമുക്കിതല്ലാതെ പറയുന്നുണ്ട് പറയാം. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അഹോരാത്രം പരിശ്രമിച്ചു, കഴിവിന്റെ പരമാവധി പരിശ്രമിച്ചു വിഗ്രഹാരാധന ഇല്ലാതെയാക്കാൻ. ജീവിച്ച് മരിച്ചുപോയ ഔലിയാക്കളോടുള്ള മനുഷ്യന്റെ മനസ്സിലുള്ള അമിതമായ ഈ ഒരു മനോഭാവം ഇല്ലാതെയാക്കാൻ കഴിവിന്റെ പരമാവധി ശ്രമിച്ചു. ഒരൽപ്പം ചിലർ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ അംഗീകരിച്ചു. പക്ഷേ എണ്ണാവുന്നവരാണെങ്കിലും അംഗീകരിച്ചവർ രക്ഷപ്പെട്ടു, അല്ലാത്തവർ തീർന്നു. ഭൗമിക ജീവിതത്തിന്റെ സർവ്വരസങ്ങളോടും കൂടി, സർവ്വ ആർത്തികളോടും കൂടി അള്ളാഹു മുക്കി കൊന്നു കളഞ്ഞു സർവ്വനെ, അല്ലേ? ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹു എത്രയാണോ ഏൽപ്പിച്ചത് അത്രയും ജോലി തീർത്തും മടങ്ങി. പിന്നെയും ജനങ്ങൾ അന്ധകാരത്തിലേക്ക്, പിന്നെയും വഴികേടിലേക്ക്. ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടമായി ആ പ്രവാചകൻ ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്ക് പ്രബോധനം ചെയ്തു. അല്ലാഹുവിന്റെ തീരുമാനപ്രകാരം മറിയമിന്റെ മകൻ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം ആകാശത്തിലേക്ക് ഉയർത്തപ്പെട്ടു. അതിനുശേഷം ഏകദേശം 500-600 വർഷക്കാലം പ്രവാചകന്മാര് വന്നില്ല. സ്വാഭാവികമായും ലോകം ഇരുട്ടിലേക്ക് പിന്നെയും കൂപ്പുകുത്തി, മുഴുവനും ഇരുട്ട്. അന്ന് കഅബാലയം സ്ഥിതി ചെയ്യുന്ന മക്ക എന്ന പ്രദേശം എല്ലാ അധർമ്മങ്ങളുടെയും സമ്മേളിക്കുന്ന ഒരു സ്ഥലം. സർവവൃത്തികേടുകളും എല്ലാ ചട്ടമ്പിത്തരങ്ങളും മക്ക എന്ന പ്രദേശത്ത് ജീവിക്കുന്ന ആൾക്കാരുടെ മനസ്സിൽ. അന്ന് കരുണ എന്താണെന്നറിയില്ല, സ്നേഹം എന്താണെന്നറിയില്ല. കൂടപ്പിറപ്പിനെ മനസ്സിനോട് നെഞ്ചോട് ചേർത്ത് വെച്ച് സ്വാതന്ത്ര്യത്തിന്റെ വർത്തമാനം പറയുന്ന സ്വഭാവം അന്നത്തെ മക്കൾക്കാർക്കില്ലായിരുന്നു സഹോദര. ഒരു കച്ചവട സംഘത്തിന് നിർഭയത്വത്തോടെ മക്കയിലൂടെ കടന്നു പോകാൻ അഹ്ലു മക്ക സമ്മതിച്ചില്ല. അവ ആരും ധൈര്യപ്പെട്ടില്ല.
സ്വന്തം ചോരയിൽ പിറക്കുന്ന പിഞ്ചു കുഞ്ഞുങ്ങളെ പെണ്ണാണെന്നറിയുമ്പോ സ്വന്തം കൈകൊണ്ടും മണ്ണും മാന്തി തുരന്ന് അതിന്റെ അകത്ത് കുഴിച്ചു മൂടാൻ മാത്രം കടുത്ത ഹൃദയത്തിന്റെ ഉടമകളായിരുന്നു മക്കക്കാർ. എന്തേ സംഭവിച്ചത്? പ്രബോധനം ഇല്ല, അന്ധകാരത്തിലേക്ക് കൂപ്പുകുത്തി ജനങ്ങൾ. താരീഖിന്റെ കിതാബിൽ കാണാം, അന്ന് മക്കയുടെ പരിസര പ്രദേശങ്ങൾ ഭരിച്ചിരുന്ന റോമ, പേർഷ്യ, കിസ്ര, കൈസർ പോലെയുള്ള സ്വച്ഛാധിപതികളായ രാജാക്കന്മാർ ഏത് രാജ്യം കണ്ടാലും മടക്കി ഭരിക്കാനും അടിച്ചമർത്താനും മേൽക്കോയ്മ സ്ഥാപിക്കാനും ശ്രമിച്ചുകൊള്ളുന്ന രാജാക്കന്മാർ മക്കക്കാരെ തള്ളി, നമ്മളെ കൊണ്ട് ഭരിക്കാൻ പറ്റൂല, അത്രയ്ക്കും ക്രൂരന്മാരായവർ അഹ്ലു മക്ക. അല്ലേ? ഡാർക്ക് ഏജ് എന്നല്ലേ ചരിത്രകാരന്മാരൊക്കെ എഴുതിയത്? ഇരുണ്ടൊരു കാലഘട്ടം. ചോരയിൽ കൈമുക്കി ശപഥം ചെയ്യുക ഇന്ന ഗോത്രത്തോട് പരിധിയില്ലാത്ത സമരം. നമ്മൾ ഇന്നത്തെ രാഷ്ട്രീയക്കാർ പറയുമ്പോൾ പരിധിയില്ലാത്ത സമരം, ചോരയിൽ കൈമുക്കി. അങ്ങനത്തെ മനസ്സിന്റെ ഉടമകൾ. അവിടെയാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തൗഹീദിന്റെ പ്രബോധകനായി രംഗത്ത് വരുന്നത്. അല്ലേ? അതിന്റെ സമുദായം അറിയണം. നമ്മുടെ പ്രിയപ്പെട്ട പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരുപക്ഷെ നിങ്ങൾക്ക് തോന്നിയേക്കാം എന്റെ ശബ്ദം കേൾക്കുന്ന ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്നില്ല, തങ്ങളെ അറിയില്ല, തങ്ങളെ വിശ്വസിക്കുന്നില്ല, തങ്ങളെ കളിയാക്കുക, തങ്ങളെ പരിഹസിക്കുക എന്നൊക്കെ തോന്നിയേക്കാം. സഹോദര, വല്ലാഹി തമ്പുരാനെ തന്നെയാണ് സത്യം. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകനോട് സ്നേഹം കാണിക്കേണ്ടത് തൗഹീദിന്റെ പ്രബോധനത്തിലൂടെയാണ്. അല്ലാതെ വേറെ ഒരു വഴി നമ്മുടെ മുന്നിലില്ല. ആ പ്രവാചകന്റെ സുന്നത്ത് മുറുകെ പിടിക്കുക, അതിന്റെ ദഅവത്തിന് വേണ്ടി കറങ്ങുക, അതെന്നെ സ്നേഹം. അല്ലേ? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുള്ള, ആമിന ദമ്പതിമാരുടെ മകനായി മക്കയിൽ ജനിക്കുകയാണ്. മക്കക്കാരെ മുഴുവനും സന്തോഷിച്ചു. ലോകം പല അത്ഭുതങ്ങളും കണ്ടു. 40 വയസ്സിന് നബുവത്ത് ലഭിക്കും വരെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കക്കാർക്കിടയിൽ സാധാരണ ഒരു അറബിയെ പോലെ ജീവിക്കുകയായിരുന്നു. പക്ഷെ അന്നും റസൂലുള്ളാഹി തങ്ങളുടെ മനസ്സിന് വലിയ ഒരു സമാധാനമില്ലായ്മ, വലിയ ഒരു സങ്കടം, വലിയ ഒരു ദുഃഖം. തന്റെ കാലഘട്ടത്തിൽ ജീവിക്കുന്ന സമുദായത്തിന്റെ ഈ വൃത്തിയില്ലായ്മയും ഈ സംസ്കാരമില്ലായ്മയും വിശ്വാസത്തിലുള്ള അരാജകത്വവും ഹബീബായ തങ്ങളെ വല്ലാതെ വേദനിപ്പിക്കാറുണ്ടായിരുന്നു. ആ സമയത്ത് പടച്ചവനായ ഒരു ശക്തിയെ കുറിച്ച് ആലോചിക്കാറുണ്ടായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. പ്രവാചകൻ ആ വേദനയോടെ ഗുഹയിലേക്ക് താമസം മാറ്റുകയാണ്. ചരിത്രം അറിയണമെന്ന എങ്കിലും മനസ്സിലാവൂ തൗഹീദിന്റെ വരവ്, ഇസ്ലാമിന്റെ വരവ്. ഗുഹയിലേക്ക് താമസം മാറ്റുകയാണ്. ഗുഹയിൽ ഏകനായി താമസിക്കവേ ഒരു സുപ്രഭാതത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വഹയുമായിട്ട് വരികയാണ്. സാധാരണ ഒരാള്, അബ്ദുള്ള, ആമിന ദമ്പതികളുടെ മകനായി 40 വയസ്സുവരെ ജീവിച്ച ഒരാള് ഗുഹയിൽ ഒറ്റക്ക് നിൽക്കുമ്പോ ഇന്നു വരെ കാണാത്ത ഒരാള് വരികയാണ്. റസൂലുള്ളാഹി തങ്ങൾ വിശദീകരിച്ചു. ഒരാൾ വന്നിട്ട് എന്നോട് പറഞ്ഞു, ഇഖ്റഅ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, നിന്നെ പടച്ച നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ നീ വായിക്കുക. ഞാൻ അത്ഭുതപ്പെട്ടു, ഞാൻ അന്താളിച്ചു. എനിക്ക് വായിക്കാനൊന്നും അറിയില്ല. ഒരു യതീമായി ജീവിച്ചു വളർന്നു വന്ന ഞാൻ എങ്ങനെ വായിക്കാനാ? ഹബീബായ തങ്ങൾ അരുളി, ഇത് പറയേണ്ട താമസം വന്ന വ്യക്തി അദ്ദേഹത്തിന് നെഞ്ചോടെന്നെ ചേർത്ത് മുറുക്കി പിടിച്ചു. എത്രത്തോളം എന്റെ ജീവൻ തന്നെ നഷ്ടപ്പെടുമോ എന്ന് ഭയപ്പെട്ടു ഞാൻ. മുഹമ്മദേ, വായിക്കുക, നിന്നെ സൃഷ്ടിച്ച റബ്ബിന്റെ നാമത്തിൽ നീ വായിക്കുക. പിന്നെയും നിനക്ക് വായിക്കാൻ അറിയില്ല. പിന്നെയും വന്നവന്റെ വാക്ക്, വായിക്കൂ മുഹമ്മദേ, വായിക്കൂ. ഇതൊരു തുടക്കമാണ്, പ്രവാചകത്വത്തിന്റെ അവസാനമാണിത്. ആ കണ്ണിയിലെ അവസാനത്തെ വ്യക്തി ദീനുൽ ഇസ്ലാമിന്റെ പ്രബോധനത്തിന് വേണ്ടി അല്ലാഹു തആല തെരഞ്ഞെടുക്കുകയായിരുന്നു ഗുഹയുടെ ഉള്ളകത്ത് വെച്ച്. ഞാൻ വായിച്ചു, اقرأ باسم ربك الذي خلق خلق الإنسان من علق اقرأ وربك الأكرم الذي علم بالقلم علم الإنسان ما لم يعلم. അവിടം വരെ എനിക്ക് വായിച്ചു തന്നു ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. ഞാൻ വായിച്ചു, ഒരു പുതിയ മനുഷ്യനായി ഗുഹയുടെ പുറത്തേക്ക്.
ഓടി വന്നു, ഖദീജ എനിക്ക് പേടിയാവുന്നു, ആരും കാണാത്ത എന്തൊക്കെയോ കണ്ടു, എന്തൊക്കെയോ അനുഭവിച്ചു, എന്നൊന്ന് പുതപ്പിച്ച് കിടത്ത്. ഹബീബായ തങ്ങളെ പ്രിയപ്പെട്ട ഭാര്യ പുതപ്പിച്ച് കിടത്തി. സമ്മിലൂനി സമ്മിലൂനി അത് പറഞ്ഞുകൊണ്ട് ഓടി വന്നത് അല്ലേ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിടക്കവേ വന്നു ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. യാ അയ്യുഹൽ മുദ്ദസ്സിർ യാ